ഹായ് ഗൈസ്, എല്ലാവർക്കും റിവ്യൂവറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഇപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയി വരുന്ന ഫ്ലാഷ് വാർണിംഗ് വീഡിയോ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ എടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഭാഗമാണ് എൻഡിങ് ആയിട്ട് വരേണ്ടത് ആ ഭാഗം വരുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് ആ ഭാഗത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ സ്ക്രീൻഷോട്ട് നേരെ പിക്സാർട്ടിലേക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ നിങ്ങളുടേക്ക് ഈ ഫ്ലാഷ് വാർണിങ്ങിൻ്റെ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട വേറെ ഫോട്ടോസിൻ്റെ PNG ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ പിക്സാർട്ടിലുള്ള സ്റ്റിക്കേഴ്സിൽ നിന്നാണ് ഫോട്ടോസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് പെട്ടെന്ന് ചെയ്ത് വെക്കണത്. എന്നിട്ട് നമ്മളത് ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. അതിനുശേഷം ആണ് നമ്മൾ ഈ എഫക്റ്റ് കൊണ്ടുവരാനുള്ള പ്രീക്വൽ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് വരുന്നുണ്ട്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഫ്ലാഷ് വാർണിങ്ങിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ എഫക്റ്റ് ജസ്റ്റ് അമർത്തുക. അപ്പോൾ താഴെ യൂസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് അമർത്തുക. അപ്പോൾ അവിടെ ഡൗൺലോഡിങ് പോലെ കുറച്ച് നേരം കാണിക്കും. അതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ആയതിനു ശേഷം ഇങ്ങനെ അലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഫോട്ടോമേ എഫക്റ്റ് അപ്ലൈ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. സൈഡിലുള്ള ടോണും അമർത്തിയതിന് ശേഷം അതിൻ്റെ സ്പീഡൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സ്പീഡ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് കളറും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചുവപ്പായിട്ടുള്ള വരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. അപ്പോൾ ഞാനിവിടെ ചുവപ്പ് തന്നെയാണ് സെലക്ട് ചെയ്യണത്. അതിന് ശേഷം ഞാൻ സ്പീഡ് ഒന്നും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ HD എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും, അത് അമർത്തുക. ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ താഴെയുള്ളൊരു ഡൗൺലോഡിൻ്റെ ചിഹ്നം നമുക്ക് കാണാൻ പറ്റും, അത് അമർത്തുക. അതിന് ശേഷം മുകളിൽ ഒരു ടിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതും അമർത്തുക. അത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഗാലറിക്ക് സേവ് ആവും. നമുക്ക് ഗാലറിയിൽ പോയി നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഗാലറിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പ് ഉപയോഗിക്കുക. ഞാനിവിടെ KineMasterആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ KineMasterൽ 9:16 എന്നുള്ള റേഷ്യോയിലുള്ള ഇത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫ്ലാഷ് വാർണിങ്ങിൻ്റെ വീഡിയോയും സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ രണ്ടും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഷൂട്ട് ചെയ്ത വീഡിയോയിലത്തെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മളെടുത്ത് കളയുക, ട്രിം ചെയ്ത് കളയുക. അപ്പോൾ ഇതുവരെ എനിക്ക് ആവശ്യമുള്ളൂ, ബാക്കി ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി ആ പാട്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെക്ക് ഈ പാട്ട് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാട്ടിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഞാൻ ആ പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ആ പാട്ടിലത്തെ ആ ട്യൂൺ വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കേട്ട് നോക്കാം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.